പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇനി നമുക്ക് മറ്റൊരു ആയത്ത് പഠിക്കാം. അലം യജ്അൽ കൈദഹും ഫീ തളീൽ. അവിടെ ഒന്നാമത്തെ അക്ഷരം ആ, ചുവപ്പ് നിറത്തിൽ ല, നീല നിറത്തിൽ മീമ്, മീമിന് സുക്കൂന്. അലം. മഞ്ഞ നിറത്തിൽ യ, പച്ച നിറത്തിൽ ജീമ്, ജീമിന് സുക്കൂന്. ചുവപ്പ് നിറത്തിൽ ആ, നീല നിറത്തിൽ ലാമ്, ലാമിന് സുക്കൂന്. യജ്അൽ. മഞ്ഞ നിറത്തിൽ ക, പച്ച നിറത്തിൽ യാ, യാന് സുക്കൂന്. ചുവപ്പ് നിറത്തിൽ ദ, നീല നിറത്തിൽ ഹു, മഞ്ഞ നിറത്തിൽ മാ. കൈദഹും. മീമ്, മീമിന് മഞ്ഞ നിറത്തിൽ മീമ്, മീമിന് സുക്കൂന്. കൈദഹും. പച്ച നിറത്തിൽ ഫീ, ചുവപ്പ് നിറത്തിൽ യാ, കസ് എന്നിട്ടുള്ള യാ, ഫീ. നീല നിറത്തിൽ ത, മഞ്ഞ നിറത്തിൽ ലോദ്, ലോദിന് സുക്കൂന്. പച്ച നിറത്തിൽ ലി, ചുവപ്പ് നിറത്തിൽ കസർ എന്നിട്ടുള്ള യാ, നീല നിറത്തിൽ ലിൻ, തല്ലീലിൻ. ഇങ്ങനെ താഴെ വരിയിലേക്ക് നോക്കൂ. അലം, അവിടെ ലാമിനെ മീമിലേക്ക് ചേർത്ത് എഴുതി. അലം. യജ്അൽ, അവിടെ യാഇനെ ജീമിലേക്ക് ചേർത്ത് എഴുതി. ജീമിനെ ഐനിലേക്ക് ചേർത്ത് എഴുതി. ഐനിനെ ലാമിലേക്ക് ചേർത്ത് എഴുതി. വായിക്കേണ്ടത് യജ്അൽ കൈദഹും. അവിടെ കാഫിനെ യായിലേക്ക് ചേർത്ത് എഴുതി. യായിനെ ദാലിലേക്ക് ചേർത്ത് എഴുതി. ഹായിനെ മീമിലേക്ക് ചേർത്ത് എഴുതി. കൈദഹും. ഫീ, അവിടെ ഫായിനെ യായിലേക്ക് ചേർത്ത് എഴുതി. തളീലിൻ, അവിടെ തായിനെ ലോദിലേക്ക് ചേർത്ത് എഴുതി. ലോദിനെ ലാമിലേക്ക് ചേർത്ത് എഴുതി. ലാമിനെ യായിലേക്ക് ചേർത്ത് എഴുതി. യായിനെ അതിന് ശേഷമുള്ള ലാമിലേക്ക് ചേർത്ത് എഴുതി. തളീലിൻ. വായിക്കേണ്ടത് ഇനി കൂട്ടി ഓതന രൂപം ശ്രദ്ധിച്ചോളൂ. അലം യജ്അൽ കൈദഹും ഫീ തളീൽ. ഇനി മുസ്ഹഫ് എടുത്തപ്പോൾ നോക്കി ഓതിക്കോളൂ. അലം യജ്അൽ കൈദഹും ഫീ തളീൽ. ആവർത്തിച്ചോതി പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.